നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കോർപ്പറേഷന് മേലെയാണോ റെസിഡൻസ് അസോസിയേഷനുകൾ? പ്രശസ്ത ചലച്ചിത്ര താരമായ സന്തോഷ് കെ നായർക്കാണ് ഈ സംശയം. തിരുവനന്തപുരം മണക്കാട് ശ്രീവരാഗം വാർഡിൽ സജീവോത്തമ റെസിഡൻസ് അസോസിയേഷനിൽ താമസിക്കുന്ന സന്തോഷിന്റെ വീട്ടിൽ നിന്നും മാലിന്യം സ്വീകരിക്കരുതെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഹരിതകർമ്മ സേനാംഗങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് സന്തോഷിന് ഈ സംശയം വന്നത്. റെസിഡൻസ് അസോസിയേഷനിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണ് സന്തോഷിന്റെ വീട്ടിൽ നിന്ന് മാലിന്യം ശേഖരിക്കരുത് എന്ന് ഭാരവാഹികൾ പറഞ്ഞത്. അതെ, ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പോൾ 5-6 മാസമായി. അപ്പോൾ ഇടയ്ക്ക് ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലർ വന്ന് ഇവിടെ ബെല്ലടിക്കണം എന്ന് പറഞ്ഞാൽ യൂഷ്വലി സിനിമാക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് 8 മണി 8:30 മണി 9 മണിക്ക് കഴിക്കുന്നവരാണ്. ഇവർ രാവിലെ 6:45 7 മണിയാകുമ്പോൾ ഒന്ന് ശല്യം ചെയ്യും. 1-2 പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെമ്പർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞു. അതൊരു എന്തോ ഒരു വഴക്ക് പോലെ അങ്ങ് എടുത്തു. അവരെ ഇൻസൾട്ട് ചെയ്ത പോലെയാണെന്നുള്ള ലൈനിലെടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് വേസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരാണെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. അപ്പോൾ വരുന്ന സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. അപ്പോഴെല്ലാം ഇത് തന്നെയാണ്, അസോസിയേഷൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരൊറ്റ സംഗതി ഇതായിരുന്നു, അസോസിയേഷനാണോ വലുത്, കോർപ്പറേഷനാണോ? അതോ ഇവർ സർക്കാരിൽ നിന്നും വലിയവരാണോ ഈ അസോസിയേഷൻകാർ? ഇതെന്താ ഊരുവിലക്കാണ് ഒരു ആൾ മെമ്പർഷിപ്പ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ? അത് അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. മെമ്പർഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ള അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണോ വേണ്ടയോ ഞാനാണ് തീരുമാനിക്കേണ്ടത്, അല്ല ഒരാൾ വന്നിട്ട് ഈ പാർട്ടി ചേരാൻ നിർബന്ധിക്കുകയല്ല ചെയ്യുക. ഞാൻ ഇടയ്ക്ക് 1-2 മാസം ഇങ്ങനെ ഷൂട്ടും ഒക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 3 ദിവസം എടുക്കാൻ വന്നു, 4ൻ്റെ അന്ന് നിർത്തി. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെയൊക്കെ വിളിച്ച്, ഒരു നല്ല സ്ത്രീയാണ് അത്, അവരെല്ലാം ഇവിടെ വന്ന് അവർ വന്ന് ചവറടിപ്പിച്ചു. വീണ്ടും അടുത്ത ദിവസം അത് പിന്നെയും നിർത്തി. അപ്പൊ ഈ ഉദ്യോഗസ്ഥരെ പോലും ബ്ലോക്ക് ചെയ്യുന്ന ഒരു ലൈൻ വന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അതിന്റെ HR, HI, HRO എല്ലാം കൂടെ വന്നിട്ടാണ് ഈ ചവറടിപ്പിക്കുന്നത്. ഇപ്പൊ എന്റെ ഇവിടെ നിന്ന് ചവറടിപ്പിക്കുന്ന ജോലി മാത്രമാണ് ഇവർക്കുള്ളത്, അല്ലല്ലോ. എന്തോരം ജോലി അവർക്ക് വേറെ ഉണ്ട്. പിന്നെ അടുത്ത ഷൂട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. ഫുൾ ടൈം ഇവിടെ വീട്ടിൽ ഇരിക്കേണ്ട ഒരാളും അല്ല ഞാൻ. പോയി കഴിഞ്ഞാൽ ഇത് പൂട്ടിയിട്ടിട്ടാണ് പോണത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിലെ കാര്യങ്ങൾ. പക്ഷെ ഇപ്പോ ഇത് എടുക്കാൻ വന്ന ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഈ രമേശ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ചവറെടുക്കാൻ വന്നിരുന്നു, ലേഡി വന്നിട്ട് ചവറെടുക്കുകയും ചെയ്തു. ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇനി എന്നാണ് മാറിപ്പോണമെന്ന് പറയാൻ പറ്റൂല. അത് അവരെ കുറ്റം പറയാൻ നോക്കൂല. അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ചവിട്ടി കയറും എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യും? എന്നിട്ട് പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് വിജിലൻസിൽ കൊടുക്കുമെന്ന്, എന്റെ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് എടുക്കുകയാണെന്ന്. ഇവരെന്താ സർക്കാർ ജോലി നോക്കുകയാണ്? പാവം ഈ വേസ്റ്റ് എടുക്കണവര്. നമ്മൾ കൊടുക്കുന്ന പൈസ, അതായത് 300 രൂപ ജൈവ വേസ്റ്റിനും 100 രൂപ പ്ലാസ്റ്റിക്കിനും, അങ്ങനെ 400 രൂപയാണ് കൊടുക്കുന്നത്. അതിന്റെ 5 പൈസ ഞാൻ കൂടുതൽ കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ വിജിലൻസ് കേസ് എടുക്കുകയാണെങ്കിൽ അവരെടുക്കട്ടെ. ഇവർക്കെതിരെ കോടതിയിൽ ഞാൻ വന്ന് സംസാരിച്ചോളാം. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതാണ്. ആര് വന്ന് താമസിക്കുന്നത് നമ്മുടെ വിഷയമല്ല. അവിടെ താമസിക്കുന്ന ഒരു മെമ്പർ എന്നുള്ള നിലയിൽ നമുക്കിപ്പം അപ്പൊ അദ്ദേഹം നമുക്ക് കൊണ്ടു കൊടുത്തു. അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ സന്തോഷ് സാർ പറഞ്ഞിരുന്നു ഇപ്പൊ ചവറൊക്കെ എടുക്കുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. വിഷയമൊന്നുമില്ല. അല്ല, അദ്ദേഹത്തിന് ഞങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്തത് ഞങ്ങൾ അദ്ദേഹത്തിനോട് യാതൊരു കാരണവുമില്ല. എന്ത് വിഷയം നമ്മളൊന്നും ഇടപെടാൻ പോകത്തില്ല. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചവറെടുക്കാൻ പാടില്ല, കാരണം പുള്ളി മെമ്പർഷിപ്പ് എടുക്കാത്തതുണ്ട്, ചവറെടുക്കാൻ പാടില്ല. ആദ്യം ഒന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനല്ല പറഞ്ഞു സാർ. ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാല് മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ ഇവർക്ക് വർഷാവർഷങ്ങൾ ഇവരെ ആദരിക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയും അവരെ പൊന്നാടയണിയിട്ട് അവരെ സ്വീകരിക്കുകയും വരുന്ന വിഐപികളെ കൊണ്ട് ഞങ്ങളല്ല ആരെയൊന്നും അല്ല ആദരിക്കുന്നത്. ഈ ചവറെടുക്കുന്ന കോർപ്പറേറ്റ് ജീവനക്കാരെ ഇവരെയൊക്കെ അതിനൊക്കെ നമുക്ക് പൈസകൾ ചിലവാകും. ഈ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 120 രൂപയേ ഉള്ളൂ സാർ. ആ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കളക്ഷൻ ഡ്രൈവും അതും ഇതൊക്കെ നടത്തി ആ പ്രദേശം വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ നമ്മൾ അങ്ങനെ അവിടെ പൊതുവായിട്ടൊരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹകരിക്കുന്നതാണെങ്കിൽ ചവറെടുക്കണ്ട എന്നിങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞെന്നല്ലാതെ പറഞ്ഞതും അല്ലാതെ മറ്റു പ്രശ്നമില്ല. പക്ഷെ അവർ ഇന്ന് പറഞ്ഞപ്പോൾ അതിലെടുക്കത്തില്ല. പിന്നെ വേറെ വിളിച്ചു, മറ്റുള്ളവരെ വിളിച്ചു, എടുക്കണമെന്ന് പറഞ്ഞു. എടുക്കുക ഒരു വിഷയമില്ല. പിന്നെ ഒരു കാര്യവും കൂടെ, അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ വിളിച്ചതും ഇദ്ദേഹം വന്നതും. കാരണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ എന്റെ ഒരുപാട് സാധനങ്ങൾ വെളിയിലൊക്കെ വെച്ചിട്ടുണ്ട്, ഹോട്ടലിന്റെ ഒക്കെ കുറെ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാനിത് പൂട്ടിയിട്ട് പോവുക വരിക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ലീഗൽ സാധനങ്ങൾ ഇവന്മാർ ഇവിടെ കൊണ്ടുവച്ച് എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്ന ഈ അസോസിയേഷൻകാരാണ്. പൂർണ്ണ ഉത്തരവാദി.
മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായുള്ള തീരുമാനമാണ്. എന്നാൽ കോർപ്പറേഷൻ അധികാരത്തിൽ കൈകടത്താൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് അവകാശമില്ല. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഒരുവിധം പറഞ്ഞ് അവസാനിപ്പിച്ച രീതിയിലാണ് ഇരുകൂട്ടരും. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വേസ്റ്റുകൾ എടുക്കുന്നുണ്ട്. സജീവോത്തമ റെസിഡൻസ് അസോസിയേഷന്റെ രജിസ്ട്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവ് ഒരു കത്ത് മുഖേന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാലിന്യ സംബന്ധമായ പ്രശ്നം അവസാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇത് വിഷയമാക്കുന്നില്ല. ഇരുകൂട്ടരും സൗഹൃദപരമായി മുന്നോട്ടു പോകട്ടെ.